ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു 2 സെക്കൻഡിനുള്ളിൽ തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ പ്രോബ്ലം ഉണ്ട്, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സുമീസ് വ്ളോഗ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ കാണാം. ഇതിൽ നിന്നും 1-2 വീഡിയോ ഒരു 2 മിനിറ്റോളം ഒന്ന് കണ്ടാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു കേക്ക് വെള്ളം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് നോർമലായിട്ടുള്ള വെള്ളം തന്നെയാണ്. ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് 1/2 കപ്പ് ഓയിൽ. അപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നമുക്ക് വാനില എസൻസ് ഞാൻ ഒരു 1.25 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. നല്ല ഡാർക്ക് കളറിലുള്ള വാനില എസൻസ് ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിലൊക്കെ ചേർത്താൽ മതിയാവും. ഭയങ്കര ഒരു ഫ്ലേവറാണ് ആ ഒരു എസൻസ്. പക്ഷേ ഇത് ഭയങ്കര നല്ലൊരു എസൻസ് ആട്ടോ, ഈ ലൈറ്റ് ഷെയ്ഡിലുള്ള ഈ എസൻസ്. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഇതിൽ ചേർന്ന് കിട്ടും. അതുപോലെ ഓയിലും നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ലാസ്റ്റ് ഇത് ചേർക്കാൻ നേരത്തെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അടുത്തതായിട്ട് ഞാൻ 3 മുട്ട ഒന്ന് വേർതിരിച്ച് വെച്ചു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എടുക്കുന്ന ബൗള് ഒട്ടും തന്നെ നനവ് കാണരുത്. ഒന്ന് നന്നായിട്ടൊരു തുണി വെച്ച് തുടച്ചിട്ട് വേണം ബൗളിലേക്ക് നമുക്ക് മുട്ട വേർതിരിച്ചെടുക്കാൻ. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഫോർക്ക് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തത്. ഇതിലേക്ക് നമ്മൾ ഇപ്പം നേരത്തെ യോജിപ്പിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളത്തിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ, അതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മുട്ടയുടെ യോക്കിലേക്ക് ഇതുപോലെ അങ്ങ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അങ്ങ് യോജിപ്പിച്ചിട്ട് എടുക്കണം. നമ്മുടെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു അരിപ്പ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.25 കപ്പ് മൈദ നമ്മുടെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ. നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും ഈ കോൺഫ്ലോർ ചേർത്താൽ. മാത്രമല്ല ഞാനൊരു 1/4 കപ്പ് അളവിൽ പാൽപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാൽപ്പൊടി കയ്യിൽ ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ തന്നെ ചേർക്കാം, അല്ലെങ്കിൽ മൈദ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ. ഇത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇത് ഇത്രയും കൂടി അരിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഒരു ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്യാൻ. നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതേ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നമുക്ക് ആയി കിട്ടും. ഇനി ഇതൊരു സൈഡിലായിട്ട് വെക്കാം. എന്നിട്ട് നമ്മുടെ മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്യണം. ആദ്യം ലോ സ്പീഡിൽ 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരും. ഈ സമയത്ത് മെല്ലെ നമുക്ക് സ്പീഡ് കൂട്ടുന്നതിനോടൊപ്പം തന്നെ അല്പമായിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കണം, പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പൊടിച്ചല്ല, ഡയറക്റ്റായിട്ട് ചേർത്താലാണ് നമുക്ക് നല്ലപോലെ നമ്മുടെ മുട്ടയുടെ വെള്ള പതഞ്ഞ് വരിക. അല്ലാതെയും വരും. എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളത് പഞ്ചസാര ഡയറക്റ്റായിട്ട് ഇതിൽ ചേർക്കുമ്പോഴാണ് നന്നായിട്ട് കിട്ടുക എന്നതാണ്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്തത്. നന്നായിട്ട് നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നവരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 4-5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലപോലെ അത് ഇതുപോലെ ആയി കിട്ടും. ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതൊന്നും കൂടെ അത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ടൈം ഇട്ട് ഇളക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ഒരു 3 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശായിട്ട് ഇടുക. ഒരു 3 പ്രാവശ്യമായിട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മെല്ലെ വേണം മിക്സ് ചെയ്യാൻ, ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. മെല്ലെ ഞാൻ ഈ ചെയ്യുന്ന മാതിരി മെല്ലെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് ബാറ്ററി ഇപ്പോൾ അടിപൊളിയായിട്ട് ഇത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇനി ചെയ്യേണ്ടത് നമുക്കിത് ബേക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഇത് നല്ല ഹൈറ്റുള്ള കേക്ക് ടിന്നാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് കേക്ക് ടിന്ന് എന്താ പറയുക, കേക്ക് നല്ല ഹൈറ്റ് ആവാൻ എന്താ ചെയ്യേണ്ടതെന്ന്. നമുക്ക് സാധാരണ കേക്ക് ടിന്ന് വരുന്നത് ഒരു 2 ഇഞ്ച് ഹൈറ്റാണ് വരുന്നത്. ഇതിപ്പോൾ ഒരു 4 ഇഞ്ച് ഹൈറ്റാണ് എൻ്റെ ഈ കേക്ക് ടിന്നിന് ഉള്ളത്.
ഉള്ളത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലുള്ള കേക്ക് ടിന്നിൽ വെച്ചാൽ നല്ല പൊക്കമുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ബേക്ക് ആവാൻ കുറച്ചുകൂടെ ടൈം എടുക്കുമെന്നേ ഉള്ളൂ. ചിലപ്പം ഇപ്പം നമ്മൾ ഒരു 40-45 ചിലപ്പോൾ 50 മിനിറ്റൊക്കെ എടുക്കും ഇതൊന്ന് ബേക്കായി വരാൻ. കാരണം പൊക്കമുള്ള കേക്കല്ലേ, അതുകൊണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു കേക്ക് നമുക്ക് ഓവനിലാണ് വെക്കേണ്ടതെങ്കിൽ ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഒരു 50 to 55 മിനിറ്റ്സ് ഒക്കെ ബേക്ക് ചെയ്യേണ്ടി വരും. ഓവൻ ഇല്ലാതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ചുവട് കട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്യാം. ഇത് നല്ലൊരു കട്ടിയുള്ള സോസ് പാനാണ്. നമ്മൾ തീ കുറച്ചല്ലേ ബേക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ഈ പാനിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരത്തില്ല. അപ്പോൾ ഇത് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെ കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇച്ചിരി പൊക്കം കൂടുതലായതുകൊണ്ട് ഞാൻ ആ ഒരു ടിന്ന് വെച്ചത് മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ തന്നെയാണ് വെക്കുന്നത്. ഇനി അടച്ച് വെച്ച് ഒരു 45-50 മിനിറ്റൊക്കെ വരും. കാരണം ഇത് നല്ല ബേക്കായിട്ട് വരണ്ടേ, പൊക്കം ഉള്ളതല്ലേ, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ബേക്ക് ചെയ്ത് എടുക്കാം. ഈ സമയത്ത് തന്നെ നിങ്ങൾ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. പിന്നെ കേക്ക് ചൂടാറുന്ന സമയത്ത് നമുക്ക് ക്രീമൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ മതിയാവും. പിന്നെ നിങ്ങൾ ക്രീം റെഡിയാക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള തുടച്ച് എടുത്തിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ച് വേണം ബീറ്റ് ചെയ്യാൻ. പിന്നെ വിപ്പിംഗ് ക്രീം നല്ല തണുപ്പ് വേണം. തണുപ്പുള്ള വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ 2.5 കപ്പ് ഒഴിച്ച് ഇത്രയും വേണ്ടി വരത്തില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് എത്ര വിപ്പിംഗ് ക്രീമാണ് ഈ ഒരു കേക്കിനായത് എന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഇത്രയും വേണ്ടാന്ന് തോന്നുന്നു. ഞാൻ ഒഴിച്ചതിന് ശേഷമാണ് ചിന്തിക്കുന്നത്. ഒരു 2 കപ്പ് മതി എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലോ സ്പീഡിൽ 1 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ട് ബീറ്റ് ചെയ്യണം. ഒരു 4-5-6 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതുപോലെ ആയി കിട്ടും. ഇതുപോലെ ആകുന്ന വരെ ബീറ്റ് ചെയ്യുക. ഓവർ ബീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പൊക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ വലിയൊരു ഹോൾ പോലെ വീഴുകയാണെങ്കിൽ അത് ഓവർ ബീറ്റായി. അത് നമുക്ക് ചിലപ്പോൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് എയർ ബബിൾസ് ഒക്കെ വന്നിട്ട് ഫിനിഷായിട്ട് കിട്ടത്തില്ല. ഇതിപ്പോൾ ഞാൻ നേരെ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഇപ്പം ഇതിൽ നിന്നും കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് വരയ്ക്കുന്ന സമയത്ത് നമുക്കിത് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുക്കാം. അതാവുമ്പം നല്ല സ്റ്റിഫായിട്ട് ക്രീം ഇരിക്കുകയും ചെയ്യും. ഫ്ലവർ നമുക്ക് നന്നായിട്ട് വരച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇതങ്ങ് മാറ്റി ഫ്രിഡ്ജിലോട്ട് വെക്കുക. എന്നിട്ട് ലാസ്റ്റ് എടുത്താൽ മതി. ഈ സമയത്ത് തന്നെ കേക്ക് ബേക്കായി. ഇനി ഇത് കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ടിന്നിൽ നിന്നും ഇത് പുറത്തെടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു കേക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്യണം. നല്ല പൊക്കമുള്ള കേക്കാട്ടോ. അപ്പോൾ ഞാൻ ഈ ടോപ്പിൽ നിന്നും കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ടൊരു 3 ലെയറായിട്ട് നമ്മുടെ കേക്ക് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ കേക്കിലേക്ക് സാധാരണ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നല്ല തണുത്ത ഷുഗർ സിറപ്പാണ്. അതൊന്ന് ഒഴിച്ച് നല്ലപോലെ സ്പ്രെഡ് ചെയ്യുക. കടകളിലൊക്കെ അവർ നല്ലതായിട്ടാണ് ഇതുപോലെ ഒഴിച്ച് സ്പ്രെഡ് ചെയ്യുക. ശരിക്കും വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ എല്ലാവരും ഒരല്പം മാത്രമേ ഷുഗർ സിറപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയുള്ളൂ. ഇങ്ങനെ വേണം ഷുഗർ സിറപ്പ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്യാം. ഇതുപോലെ തന്നെ 3 തട്ട് കേക്കും ഇതിലേക്ക് വച്ചിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്ത മാതിരി തന്നെ എല്ലാ കേക്കിലും ഇതുപോലെ ഷുഗർ സിറപ്പ് ഒഴിക്കണം. പിന്നെ സെക്കൻഡ് ലെയറിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുകയാണ്. ഇനി 3ാമത്തെ ലെയറും വെച്ചിട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ഷുഗർ സിറപ്പ് താന്ന് പോയിട്ട് മാത്രം വിപ്പിംഗ് ക്രീം വെച്ചാൽ മതി. അതാണ് നന്നായിട്ട് കിട്ടുക. എന്നിട്ട് ഫുള്ളായിട്ട് ഈ കേക്ക് നമുക്കൊന്ന് കവർ ചെയ്ത് എടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതുപോലുള്ള കാർഡ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷായിട്ട് നമുക്കിത് കേക്ക് കിട്ടും. പിന്നെ ഈ സൈഡിലായിട്ട് ഞാൻ സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് നല്ല പൊക്കമുണ്ട് കേട്ടോ. ഇത് നേരെ ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വിപ്പിംഗ് ക്രീം മാറ്റി വെച്ചില്ലേ, ആ ക്രീം ഞാൻ പുറത്തെടുത്ത് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ബൗളിലേക്ക് നമുക്ക് ഞാൻ ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ച് ജെൽ ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അതൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഷെഫ് മാസ്റ്ററിൻ്റെ ഒരു കളറാണ്
കളറാട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഏകദേശം ഒരു 150-160 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ കളറൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നല്ല വിലയുള്ള കളർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമുക്ക് ഞാൻ ചെറിയൊരു ഇതുപോലൊരു ഷേപ്പ് കൊടുത്തത് അവിടെ ഇങ്ങനെ ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ഷേപ്പ് കൊടുത്തത്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഫ്ലവർ നെയിൽ എടുക്കുക, ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ഈ ചെറിയ ഹോൾ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എത്രയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്നിട്ട് ഇതുപോലെ അങ്ങ് വരച്ച് എടുക്കുക. ശരിക്കും നിങ്ങൾക്ക് ഈ ഷേപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്ത് ഷേപ്പാണെന്ന്. ഞാൻ ഈ ഒരു ഫ്ലവർ ഫുള്ളായിട്ട് വരച്ച് തീർന്ന ശേഷം കറക്റ്റായിട്ട് ഈ നോസിൽ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഞാൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടത് ഇതുപോലെ നമ്മൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് വലിക്കുന്ന സമയത്ത് ചെറുതായിട്ട് പ്രഷർ കൊടുക്കുക. ഒരുപാടങ്ങ് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കിട്ടത്തില്ല. നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് കുറച്ച് പ്രഷർ കൊടുത്ത് ഇത് പൊക്കുന്ന സമയത്ത് ആ പ്രഷർ അങ്ങ് വിട്ടു കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്കിതുപോലെ അങ്ങ് കവർ ചെയ്തെടുക്കാം. ആദ്യം നിങ്ങൾ ഒരെണ്ണം ഫ്ലവർ വരച്ച് നോക്കുക. എന്നിട്ട് അത് ശരിയായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് വരച്ച് നോക്കുക. ശരിയാവും കേട്ടോ. നമ്മൾ അത്ര ഭയങ്കര പാടുള്ള സംഭവമൊന്നും അല്ല. ഞാൻ ഒരുപാട് ഫ്ലവറൊന്നും അങ്ങനെ വരച്ച് നോക്കിയിട്ടുള്ള ആളല്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയൊരു പിടുത്തമൊന്നുമില്ല. എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചെടുക്കുന്നത്. അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും ശരിക്കും കുറച്ചൊക്കെ നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമ്മൾ കൂടുതലായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് വരുമ്പോൾ ഇത് കൂടുതലായിട്ട് നമുക്ക് അതിമനോഹരമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കൂടുതലും നമ്മൾ കൂടുതലും ശ്രമിക്കാത്തത് കൊണ്ടാണ് ഈ ഫ്ലവറൊക്കെ വരയ്ക്കുന്ന സമയത്ത് അത് നന്നായിട്ട് വരാത്തത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ടോപ്പിൽ വരച്ചതിനേക്കായി നല്ല ഭംഗിക്ക് ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ നേരത്തെ കുറച്ച് വിപ്പിംഗ് ക്രീം ഇതുപോലെ അങ്ങ് വെക്കുക. എന്നിട്ട് നമുക്കിത് ഈ ഫ്ലവർ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. കണ്ടോ, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഫ്ലവർ എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടമായി. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വരയ്ക്കാനും വളരെ എളുപ്പമാണ്, അത്ര പാടൊന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത ഫ്ലവർ വരയ്ക്കാൻ. ഒന്ന് ക്ലീൻ ചെയ്ത് തുടയ്ക്കുക. എന്നിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പം നമ്മൾ വരച്ച മാതിരി തന്നെ ഇത് ഫുള്ളായിട്ട് വരച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ നോസിൽ. നിങ്ങൾക്ക് കാണുമ്പോൾ ഈ ഷേപ്പ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എന്ത് ഷേപ്പാണെന്ന്. ഇതിൻ്റെ നമ്പർ ഞാൻ നോക്കിയതും ഇല്ല എത്രയാണെന്ന്. കണ്ടോ, ഈ ഒരു ഷേപ്പാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് പിടികിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത ഫ്ലവർ കുറച്ച് വലിപ്പത്തിലാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. നമുക്ക് വലിയ ഫ്ലവർ വേണമെങ്കിൽ വലിയ രീതിയിൽ ചെയ്യുക, ചെറുതാണെങ്കിൽ ചെറിയ രീതിയിൽ കേട്ടോ. ഫ്ലവർ വരച്ചിട്ടും വേണമെങ്കിൽ നമുക്കിത് ഇതുപോലെ സൈഡിലൊക്കെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ലീഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോസിലൊന്നും എടുത്തിട്ടില്ല. ഒരു വി ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്യുകയാണ്. സിമ്പിളാണ്, വി ഷേപ്പ് അത്രയും മനസ്സിൽ വിചാരിച്ചാൽ മതി. അത് നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗിൽ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ സംഭവം, വളരെ എളുപ്പമാണ്. എന്നിട്ട് ഞാൻ ഒന്ന് നോക്കട്ടെ ശരിയായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ശരിയായിട്ടുണ്ട്, ഇത്രയും മതി. ശരിയായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്താൽ റെഡി ആയിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ എല്ലാ സൈഡിലുമായിട്ട് നമുക്കിത് ഇതുപോലെ നമ്മുടെ ഈ ഒരു ലീഫ് കൂടി വരച്ചു കൊടുത്താൽ കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ കിട്ടും. ലീഫ് കൂടി വരയ്ക്കുമ്പോഴാണ് നമ്മുടെ ഫ്ലവറിനൊരു അട്രാക്ഷൻ കിട്ടുക. അപ്പോൾ അതുകൂടി ഒന്ന് വരച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് പോവണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് പറ്റുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.
അപ്പം നമ്മുടെ ലീഫൊക്കെ വരച്ച് ലാസ്റ്റായിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. ഞാൻ സ്റ്റാർ നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ തുറന്നിരിക്കുന്ന സ്റ്റാർ നോസിലില്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ദേ ഇതുപോലെ അങ്ങ് ഡിസൈൻ ചെയ്ത് സൈഡ് ഫുള്ളായിട്ടൊന്ന് ഡിസൈൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും ഏകദേശം നമ്മുടെ കേക്ക് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇനി നെയിം എഴുതിയാൽ മതിയാവും. അപ്പോൾ ആ നെയിം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കേക്ക് ഗ്ലേസ് ആണ് എടുത്തിട്ടുള്ളത്. കേക്ക് ജെല്ല് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ട് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിന് പെട്ടെന്ന് എനിക്ക് കേക്ക് കൊടുക്കണം, അതുകൊണ്ട് ഞാൻ കേക്ക് ഗ്ലേസിലേക്ക് കളർ ചേർത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കളറ് ബ്രൗൺ കളറാണ് ചേർത്തത്. എന്നിട്ട് അത് ഞാൻ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടാണ് ഇതുപോലെ നെയിം എഴുതുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ കളർ ചേർക്കാത്ത കേക്ക് ഗ്ലേസ് എടുത്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ മാറ്റിയിട്ടാണ് ടോപ്പിലായിട്ട് വീണ്ടും ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസ് പറയുക, ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.